അപ്പോൾ പ്രിയപ്പെട്ടവരെ, മൂന്നാറിൽ പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞതിനെതിരെ ഇടുക്കി ദേവികുളം താലൂക്കിൽ ഹർത്താൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അടിമാലി, മൂന്നാറടക്കം 10ഓളം പഞ്ചായത്തുകളെ ഹർത്താൽ ബാധിക്കുമെന്നറിയുന്നു. വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ദേശീയപാത സംരക്ഷണ സമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിന് UDFും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഹുൽ സുരേഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, ഗുഡ് മോർണിംഗ്. രാഹുൽ, രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്. രാവിലെ അത് ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ടോ? മൂന്നാറിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളെ അത് കാര്യമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? KSRTCയും ബസിൻ്റെയും ഒക്കെ സർവീസ് എങ്ങനെയാണിപ്പോൾ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. രാവിലെ ചെറിയ മഴയും തണുപ്പൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഹർത്താൽ അനുകൂലികൾ എണീറ്റ് വരുന്നേ ഉള്ളൂ തോന്നുന്നു. ആദ്യത്തെ മണിക്കൂറുകളിൽ ഹർത്താൽ ഭാഗികമാണ്. വാഹനങ്ങളെല്ലാം തന്നെ നിരത്തിലുണ്ട്. സ്വകാര്യ ബസ്സുകൾ രാവിലെ സർവീസ് നടത്തുന്നുണ്ട്. KSRTC ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. കടകമ്പോളങ്ങളൊക്കെ തുറന്നു വരുന്ന ഒരു സമയമായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വരും മണിക്കൂറുകളിൽ എങ്ങനെയാകുമെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ മണിക്കൂറിൽ, ഈ നിമിഷം വാഹനങ്ങൾ ഓടുന്നുണ്ട്. ആരും തന്നെ വാഹനങ്ങൾ തടയാനോ അല്ലെങ്കിൽ ഹർത്താൽ അനുകൂലികളോ ആരും തന്നെ നിരത്തിലിറങ്ങിയിട്ടില്ല. ദേശീയപാത സംരക്ഷണ സമിതിയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിന് UDF പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള നിർമ്മാണ പ്രവർത്തികൾ തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഹർത്താൽ അനുകൂലികളുടെ ആവശ്യം. അല്പസമയത്തിന് ശേഷം, അതായത് 10 മണിയോടെ 6-ാം മൈലിൽ നിന്നും നേര്യമംഗലത്തേക്ക് ലോങ് മാർച്ചിനും തീരുമാനമുണ്ട്. അതുകൊണ്ട് വരും മണിക്കൂറുകളിൽ കൂടുതൽ രാഷ്ട്രീയ സംഘടനകൾ രംഗത്തെത്തും. സാമൂഹിക സാംസ്കാരിക സംഘടനകൾ ഹർത്താലിൽ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ നിരവധി സ്കൂളുകളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മളിപ്പോൾ ഉള്ള അടിമാലി. ഇപ്പോൾ രാവിലെ വിദ്യാർത്ഥികളെ ഒന്നും കാണാനില്ല. അപ്പോൾ സ്കൂളുകൾക്ക് അവധിയാണെന്ന് നിലവിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സ്കൂളുകളൊന്നും തന്നെ തുറന്നിട്ടില്ല എന്നതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട കാര്യം. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ദേശീയപാതയാണ്. വിനോദസഞ്ചാരികളെല്ലാം തന്നെ നിലവിൽ അരുൺ ഈ നിമിഷം വാഹനങ്ങൾ തടയുന്നില്ല. പക്ഷേ ഈ റോഡിൽ തന്നെ ഏതാണ്ട് ഒരു 20 കിലോമീറ്റർ അപ്പുറയാണ് 6-ാം മൈൽ എന്നുള്ള സ്ഥലമുള്ളത്. 6-ാം മൈലിൽ നിന്നും നേര്യമംഗലം ഫോറസ്റ്റ് ഓഫീസിലേക്ക് ലോങ് മാർച്ചിന് തീരുമാനമുണ്ട്. അപ്പോൾ കൂടുതൽ ഏതാണ്ട് 10,000-ത്തിലധികം ആളുകൾ എത്തുമെന്നാണ് ഈ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സംഘടന അറിയിച്ചിട്ടുള്ളത്. UDFും രംഗത്തുണ്ട്. DCC പ്രസിഡന്റുമായി സംസാരിച്ചപ്പോൾ വരും മണിക്കൂറുകളിൽ ഹർത്താൽ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ ഹർത്താൽ മുന്നോട്ട് പോകും. വാഹനങ്ങൾ തടയും. വാഹനങ്ങൾ നിരത്തിലിറക്കാൻ സമ്മതിക്കില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. സ്വകാര്യ ബസ്സുകൾ വരും മണിക്കൂറുകളിൽ സർവീസ് അവസാനിപ്പിക്കുകയാണെങ്കിൽ അതിപ്പോൾ ഒരുപക്ഷെ ഹൈറേഞ്ചിനെ കാര്യമായി ബാധിക്കും. ഈ മണിക്കൂറിൽ ഈ നിമിഷം വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. പക്ഷേ 10 മണിയോടുകൂടി വാഹനങ്ങൾ തടയുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകുന്നത്.